Hello friends, welcome to SAT Center Institution Center Manathumadi. നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 10 മാത്സിലെ ഡിസംബർ എക്സാമിനേഷനിലെ പാർട്ട് 6 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. The sides of a rectangular are parallel to the axis. Coordinates of a pair of opposite vertices are 3, 5, 7, 8. Write the coordinates of the other two vertices of the rectangle. Calculate the length of its diagonal. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് അർത്ഥം ഇത്രേ ഉള്ളൂ. ഒരു ചതുരം തന്നിട്ടുണ്ട്, ആ ചതുരത്തിന്റെ രണ്ട് ഓപ്പോസിറ്റ് മൂലകൾ നമുക്കുന്നുണ്ട്. ബാക്കിയുള്ള രണ്ട് ഓപ്പോസിറ്റ് മൂലകൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്നത് 4, 3 ഒരു 7, 6 ആണെന്ന് വിചാരിക്കും. വെറുതെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു 7, 6. നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ ചോദിച്ചാൽ ഒരു എളുപ്പ മാർക്കുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4, 3 ഇങ്ങനെ എടുത്ത് എഴുതാം. ഓക്കെ, 7, 6 രണ്ടാമത് എടുത്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ ഇവിടുത്തെ അവസാനത്തെ സംഖ്യയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? നിങ്ങൾക്ക് 4, 6 കിട്ടി. ക്ലിയർ ആണോ? അതാണ് ഒരു ഉത്തരം. ഇനി ഇപ്പൊ ഇവിടെ നിന്നല്ലേ പോയത്, അതുപോലെ ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യയുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ എന്തായി? 7, 3. സോ ആൻസർ ആയി. മനസ്സിലായോ? ഇത് നമ്മളൊരു തിയറിയും ഇല്ലാണ്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ച് ആൻസർ കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 8ഉം തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. സോ ദ ആൻസർ ഈസ് 3, 8. ക്ലിയർ? അതുപോലെ ഇനി എടുക്കുന്ന ഇവിടെ നിന്നല്ല, ഇപ്പുറത്തുനിന്ന് രണ്ടാമത്തേന്ന് ഇവിടുത്തെ 7ഉം ഇവിടുത്തെ 5 തമ്മിൽ കണക്ട് ചെയ്യുക. സോ ദ ആൻസർ ഈസ് 7, 5. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ തിയറിറ്റിക്കലായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പരസ്പരം പാരലൽ എന്ന് പറഞ്ഞ രണ്ട് വശങ്ങൾ ഉണ്ടോ? പാരലൽ എന്ന് പറഞ്ഞാൽ ഒരേ അകലത്തിലാണ്. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ ഏതായിരുന്നു? 3, 5ഉം 7, 8ഉം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 3, 5ഉം 7. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുണ്ട്. 3, 5 അതിനെന്താണ്? 7, 8. ഉത്തരം നമുക്കറിയാം, നമ്മൾ നേരത്തെ ട്രിക്ക് ഉപയോഗിച്ച് കണ്ടെത്തിയതാണ്. എന്നാലും നമ്മൾ ഇതെങ്ങനെ വന്നു എന്ന് അറിയണമല്ലോ. 3, 5, 7, 8. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ എക്സ് ആക്സിസ് നോക്കുക. 3, ദിസ് ഇസ് എന്താണ്? 7. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ വേണം. എക്സ് ആക്സിസ് ഉണ്ടെങ്കിൽ 3 കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? തീർച്ചയായിട്ടും 7 വരാം. ഇനി വൈ ആക്സിസ് നോക്കാം. 5ഉം എന്താണ്? 8. അപ്പോ വൈ ആക്സിസിൽ എന്താണ്? 5 കഴിഞ്ഞിട്ടാണ് എന്ത് വരാം? 8 വരാം. നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇപ്പൊ 3, 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും 3, 5, ഈ പോയിന്റ്. എന്നാൽ 7, 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും 7, 8, ഈ പോയിന്റ്. കണ്ടോ? അപ്പോ ഇങ്ങനെയാണ് ചതുരം ഇരിക്കുക. ഇതാണ് നമ്മുടെ ചതുരം. സോ ദിസ് ഈസ് എന്താണ്? 3, 5. ക്ലിയർ? And this one is 7, 8. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇനി എക്സ് ആക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വൈകളെല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുപോലെ ഇവിടെയും എക്സ് ആക്സിന്റെ പ്രത്യേകത എന്താണ്? വൈകളെല്ലാം സെയിം ആയിരിക്കും. രണ്ടാമത്തെ വാല്യൂ 8 ആണ്. അപ്പൊ ഇവിടത്തെയും രണ്ടാമത്തെ വാല്യൂ എന്താണ്? 8 ആണ്. അങ്ങനെ നമ്മൾ എക്സിലെ കണ്ടുപിടിച്ചു. അപ്പൊ ഇതുപോലെ ഇപ്പൊ ചെയ്ത പോലെ വൈയിലെയും ചെയ്യണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ എക്സ് ആക്സിന് നേരെ ഇതേപോലെ നടക്കുന്ന എല്ലാ വരകളിലെയും രണ്ടാമത്തെ വാല്യൂ സെയിം ആയിരിക്കും, വൈ സെയിം ആയിരിക്കും. ഇനി ഇതേപോലെ ഇങ്ങനെ കുത്തനെ നടക്കുന്ന എല്ലാത്തിലെയും ആദ്യത്തെ വില എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ കുത്തനെ നടക്കുന്ന ഇതാണ്. ഇതിനകത്ത് ആദ്യത്തെ വില 3 അല്ലേ? ഇവിടെ എന്തായിരിക്കും? 3. ഇവിടെ ഇത് കുത്തനെ നടക്കണയാണ്. ഇതിന്റെ ആദ്യത്തെ വില നമുക്ക് ഇവിടത്തെ അറിയില്ല, ഇവിടെ അറിയാം 7. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 7. ഉണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആൻസർ വന്നിട്ട് നിങ്ങൾ നോക്കി. ഇവിടുന്ന് 3 എടുത്തിട്ട് ഇവിടുന്ന് 8ലേക്ക് കൊടുക്കുക. 3, 8. ദിസ് ഈസ് വൺ ഓഫ് ദ ആൻസർ. ആൻഡ് ഇവിടുന്ന് 7 എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. 7, 5. ദിസ് ഈസ് സെക്കൻഡ് ആൻസർ. ക്ലിയർ? ഇനി അവരുടെ ചോദ്യം ഇതിന്റെ ഒരു ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കുകയാണ്. ഈ നീളം എത്രയാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ. അപ്പൊ നീളം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റും എടുത്തിട്ട് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 3, 5ഉം 7, 8 എടുത്ത് ചെയ്യാം. നമ്മുടെ പോയിന്റ് കോർഡിനേറ്റ് സപ്പോസ് എ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. 3, 5ഉം ബി എന്ന് പറഞ്ഞ പേര് ഇട്ടിട്ട് നമുക്ക് എന്താണ്? 7, 8. ക്ലിയർ?
അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് AB is equal to root of നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് അവർ ഫോർമുല. ഇനി നമ്മൾ എന്താണ് x1 എന്താണ് x2 എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം അല്ലേ? ഇവിടെ ദിസ് ഈസ് അവർ x1 and this is our y1. x ഉം y ഉം and ഇത് 1 1 ആദ്യത്തേത്, and this is x2 and this is എന്താണ് y2. സോ ഈ x1 ന്റെ സ്ഥലത്ത് ഈ വില കൊടുക്കണം. ക്ലിയർ ആണോ? x2 ന്റെ സ്ഥലത്ത് ഇത്, അതുപോലെ y1 ന്റെ സ്ഥലത്ത് ഇത്, y2 ന്റെ സ്ഥലത്ത് ഈ വില. സോ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ this become root of x1 ന്റെ സ്ഥലത്ത് എന്താണ് കൊടുക്കേണ്ടത്? x1 3 മൈനസ് x2 ന്റെ പ്ലേസിൽ എന്താണ് 7. തിരിച്ച് ചെയ്താലും തെറ്റില്ല. ഒരു കുട്ടി 7 മൈനസ് 3 ചെയ്തു, അതായത് x2 മൈനസ് x1 ചെയ്തു, ശരിയാണ്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. സ്ക്വയർ പ്ലസ് y1 മൈനസ് y2. y1 ഇവിടെ 5 ആണ്, 5ന് എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. 5 മൈനസ് 8 ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -4 ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് 5 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ഹോൾ സ്ക്വയർ. നമ്മൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം മൈനസ് വന്നാലും പോസിറ്റീവ് വന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയി പോകും. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നൗ സോ ദിസ് ഇസ് -4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. റൂട്ട് ഓഫ് 16 പ്ലസ് -3 square, that is 9. That's root 25. So the answer is 5. So AB is equal to 5. Clear? ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്യുന്നത് ഈ ജനുവരി തുടങ്ങിയിട്ട് ജനുവരി 24 അവസാനിക്കും. ആദ്യത്തെ 50 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഒരു ചാപ്റ്ററിന് 100 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാം. ഓൺലൈൻ സ്റ്റുഡൻസിന് 50% ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ ആർക്കാണെങ്കിലും 50 പേർക്ക് മാത്രമേ നമുക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് നൽകുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 50 പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. 24 ടോപ്പിക്കായിട്ട് 24 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് 11 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെ ചാപ്റ്ററാണ് ആ ചാപ്റ്റർ ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഒരു 6 ചാപ്റ്റർ മതിയെങ്കിൽ 6 ചാപ്റ്റർ ചൂസ് ചെയ്യുക, അതിന്റെ പേയ്മെന്റ് അടയ്ക്കുക, ജോയിൻ ചെയ്യുക. ജനുവരി 1 മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇതേപോലെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. നമ്മൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും, ഇതുപോലെ കമ്പ്യൂട്ടറിൽ എടുക്കുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും, എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്ത് മോഡൽ എക്സാമിന് നന്നായി ഒരുങ്ങാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാം. ഓക്കെ, ഇനി അടുത്ത വർഷം +1 മാത്സ്, +2 മാത്സ്, അതുപോലെ 10ാം ക്ലാസ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് 100 രൂപ വെച്ച് മാസം അടച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുതൽ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്യേണ്ടിയിട്ട് വരും. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് സ്കീം നമ്മൾ നേരത്തെ ബുക്കിംഗ് എടുക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.